താന്ത്രിക് സ്നാനചൂർണം. ഈ സംഭവം എന്താ പ്രത്യേകത? ഈ സംഭവം എന്താന്ന് വെച്ചാല് പട്ടുപോലെ മൃദുലമായ ചർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് സോപ്പിലെ പരസ്യത്തിലൊക്കെ ഇപ്പൊ കാണാറുണ്ട്. ഇത് പണ്ട് കാലത്ത് ഉള്ള കാര്യമായിരുന്നു. പ്രകൃതിയാൽ തന്നെ ഉള്ള വിഭവങ്ങൾ കൊണ്ട് പട്ടുപോലെ മൃദുലമായ ചർമ്മം ഇന്നത്തെ പോലെ പറച്ചിൽ മാത്രമല്ല നമുക്ക് അനുഭവത്തിൽ കിട്ടുമായിരുന്നു. അതെ. വിഷ്ണു ചേട്ടാ നമസ്തേ. നമസ്തേ. നമ്മള് വിഷ്ണു കാണാൻ വന്നതാണ്. വിഷ്ണു എന്തോ കഴുകിക്കൊണ്ടിരിക്കുന്നത്, എന്താ സംഭവം എന്താ? ചേട്ടാ ഇതാണ്, അറിയോ ഇത് എന്താണെന്ന്? ഓ, ഇതാണ് പാൽമുതുക്ക്. ഓക്കെ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഇത് ഉപയോഗിക്കാം. ഓക്കെ. അതുപോലെ തന്നെ യുവത്വം നിലനിർത്താനും വേണ്ടിയിട്ട് ആദിമകാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു കൂട്ടാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കണം? എങ്ങനെയാ ഇത് ഉണ്ടാക്കുന്നത്? നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, ഇതാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അല്ലേ? ഈ അമ്മോ ഇത്രയും പേരുണ്ടല്ലേ? ഈ പാൽമുതുക്ക കിഴങ്ങാണ് ഈ കാണുന്ന രീതിയിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മളിതെല്ലാം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒറിജിനൽ കാണിക്കാൻ വേണ്ട. നിങ്ങൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയണം. ഇനി നമ്മളെ ഈ പാൽമുതുക്കുണ്ടല്ലോ, ഈ പാൽമുതുക്കിനെ നമ്മൾ പാലില് വറ്റിച്ചെടുക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. കൂടി ചേർത്തിട്ട് ഒരു 21 കൂട്ടുണ്ട്. ഇത് കൂടാതെ എല്ലാം കൂടി 21 കൂട്ടുകളാണ്. അതെ അതെ, ഈ 21 കൂട്ടും ചേർത്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരെന്നാ? അതാണ് താന്ത്രിക് ചൂർണം. താന്ത്രിക് ചൂർണം. അതെ അതെ. ഓ, ഇതിപ്പോ ഇതുപോലെ നമ്മള് കട്ട് ചെയ്ത് പാലില് ചെയ്യാൻ പോയ അല്ലേ? അതിനാണ് നമ്മള് പാല്. അതെ, ഇവിടെ ഉണ്ടോ നോക്കിയേ, ഇത് കണ്ടോ പാല് നമ്മൾ ഇതിന്റെ അകത്ത് ഇട്ട് നമ്മളിത് തിളപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇതിന് ക്ലീൻ ചെയ്ത് ഈ സാധനം ചെയ്യാൻ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതുപോലെ കഷ്ണങ്ങളാക്കി ഇതിന്റെ അകത്ത് പുഴുങ്ങും. അപ്പൊ നമുക്ക് അത് ചെയ്യാം. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ പഴു കഴിഞ്ഞല്ലേ? ഏകദേശം അതിന്റെ ക്ലീനിങ് ഫുള്ള് കഴിഞ്ഞു. നല്ല വൈറ്റ് നിറമായി. ചെത്തം എന്തോരാന്നറിയാം പാല് പുറത്തോട്ട് വരുന്നല്ലേ? അതിന്റെ ഒരുതരം കറയാണ്. അത് നമ്മുടെ കയ്യിൽ അത് അറിയാൻ പറ്റുന്നുണ്ട്. ഒട്ടുന്നുണ്ട് അല്ലേ? ഇതാണ് നമ്മൾ അവിടെ നേരത്തെ വൃത്തിയാക്കി കഴുകിയെടുത്ത അവിടെ ഇരുന്ന് ഫുള്ള് കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പീസ്. ഈ മുഴുപ്പിലാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? ഈ മുഴുപ്പിലാണ് എടുക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യണേ? ഇതിന് നമ്മൾ കാച്ചി വെക്കുന്ന പാലിലോട്ട് ഇത് ചേർക്കും. സാധാരണയായിട്ട് നമ്മൾ പുഴുങ്ങുന്നത് ഒരു 100 ലിറ്റർ പാല് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതിപ്പോ നമുക്ക് ചേട്ടൻ വന്നുകൊണ്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഉണ്ടാക്കി വെച്ചിട്ട് ഫൈനൽ സാധനം എന്നറിയാവാ? ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ടാ? ഈ രണ്ട് വലിയ ഈ പറയുന്ന കലത്തിയിരിക്കുന്നത് താന്ത്രിക് ചൂർണമാണ്. ഈ സംഭവം എന്താ പ്രത്യേകത? ഈ സംഭവം എന്താന്ന് വെച്ചാല് പട്ടുപോലെ മൃദുലമായ ചർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് സോപ്പിലെ പരസ്യത്തിലൊക്കെ ഇപ്പൊ കാണാറുണ്ട്. ഇത് പണ്ട് കാലത്ത് ഉള്ള കാര്യമായിരുന്നു. പ്രകൃതിയാൽ തന്നെ ഉള്ള വിഭവങ്ങൾ കൊണ്ട് പട്ടുപോലെ മൃദുലമായ ചർമ്മം ഇന്നത്തെ പോലെ പറച്ചിൽ മാത്രമല്ല നമുക്ക് അനുഭവത്തിൽ കിട്ടുമായിരുന്നു. ആ സാധനം ഇത് തേച്ച് സോപ്പിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു തരം ചൂർണമാണ് ഈ പറഞ്ഞ താന്ത്രിക് സ്നാനചൂർണം. നമ്മള് കേൾക്കാത്തതും ഞാൻ ഇതുവരെ കേൾക്കാത്തതും കാണാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ നീ കാണാനും കേൾക്കാനും പറ്റും. അത് അതേപോലെ നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരിക. അപ്പൊ ഇത് കണ്ട് അത് നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇവരെടുക്കും. ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും ഇവർ ഓൺലൈനിൽ അയച്ചു.